5 വർഷം കഴിഞ്ഞിട്ട് ഇനി ആര് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ ചർച്ച ചെയ്തിട്ട് ഈ ടെൻഷൻ അടിക്കുന്നത് മുഴുവൻ കേട്ടോ. 62 ലക്ഷത്തിലധികം അണികൾ കേരളത്തിലെ CPM-ന് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തിട്ടുണ്ട്. 20 ലക്ഷത്തിൻ്റെ വ്യത്യാസമുള്ളൂ. ഞാൻ പറയുന്നത് തകർന്ന് തരിപ്പണമായി 10, 30, 20 ലക്ഷം ആൾക്കാർ ഈ ശതമാനം വെച്ച് നോക്കുമ്പോൾ 21% കിട്ടിയിട്ടുള്ളൂ. മൊത്തം 37% കിട്ടിയുള്ളൂ എന്ന് പറയുന്നത് വെച്ച് നോക്കുന്നതിനേക്കാൾ അടക്ക് 1 കോടി ആൾക്ക് കിട്ടി. 1 കോടി പിന്നെ UDF-ന് കിട്ടി. 80 ലക്ഷത്തോളം LDF-നും കിട്ടി. ഏകദേശം 20-22 ലക്ഷത്തിൻ്റെ വ്യത്യാസം മാത്രമുണ്ട്. ഈ 22 ലക്ഷം ആൾക്കാരെ അവരും എന്ന് പറയുന്നത് പാർട്ടി കേഡർ മാത്രം ആയിക്കോണമെന്നില്ലല്ലോ. പൊതുജനങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ടാണ്. നിഷ്പക്ഷമായ 25% ആൾക്കാർ കേരളത്തിലുണ്ട്. അവരങ്ങോട്ടും ഇങ്ങോട്ടും സ്വിങ്ങാണ്. അവരേത് സ്ഥലത്തേക്കും വോട്ട് ചെയ്യും എന്നാണ് നമ്മൾ പണ്ട് കാലം തുടങ്ങി പറഞ്ഞു കേട്ടിട്ടുള്ളത്. അവരാരുടെ കൂടെ നിൽക്കുന്നോ അവൻ കേരളം ഭരിക്കുമെന്നുള്ളതാണ്. ആ സ്വിങ് സംവിധാനത്തെ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് അടുത്ത പ്രാവശ്യം മുന്നോട്ട് വരാനുള്ള ശക്തമായ പ്രവർത്തനം വെച്ചിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതിനല്ലാതെ കുറ്റപ്പെടുത്തൽ കൊണ്ട് ഇതുകൊണ്ട് എന്തെങ്കിലും കാരണം വീഴ്ചയിൽ എല്ലാ കാലത്തും ഉണ്ടാകുന്നത്. എല്ലാ കാലത്തും ആര് വീണാലും അവൻ കുറ്റപ്പെടുത്തലിൻ്റെ ഭാഗമായിട്ടുണ്ട്. അവൻ ആ കുറ്റപ്പെടുത്തലിനെ അതിജീവിച്ച് മുന്നോട്ട് വരാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആ അതിജീവനത്തിൻ്റെ ഭാഗമാണെന്ന് ഈ പറയുന്ന കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കോളൂ. ആ മനസ്സിലാക്കിയതുകൊണ്ട് ഇപ്പം 2021 രമേശ് ചെന്നിത്തലയ്ക്ക് ഈ അവസ്ഥയല്ലായിരുന്നോ? രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് മാറ്റിയെന്താ? രമേശ് ചെന്നിത്തല പ്രവർത്തിച്ചത് മുഴുവൻ അബദ്ധമായതുകൊണ്ടാണെന്ന് പറഞ്ഞാൽ രമേശ് ചെന്നിത്തലയെ മാറ്റി നിർത്തിയത്. അദ്ദേഹം അവിടെ പ്രവർത്തിച്ചില്ലേ? അദ്ദേഹം ഇന്ന് MLA ആയി തിരിച്ചു വന്നിട്ടില്ലേ? അദ്ദേഹം ഇന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി ചർച്ചയിൽ ഒരു സ്ഥാനത്ത് നിൽക്കുന്നത് ഈ രമേശ് ചെന്നിത്തലയല്ലേ? അപ്പോൾ പരാജയത്തിൽ കണ്ട് പേടിക്കണ്ട, വിജയത്തിലേക്ക് കുതിക്കാനുള്ള ഊർജ്ജം ഉണ്ടാക്കുക എന്നുള്ളതാണ്.